പ്രധാന വാർത്തകൾ. കൈവെട്ട് കേസ് പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് കൃത്യമായ ആസൂത്രണത്തോടെ. വീടിന് വാടക കരാർ എഴുതിയത് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖ നൽകി. അപരിചിതർ വീട്ടിലെത്തിയിരുന്നുവെന്നും അയൽവാസി ന്യൂസ് 18നോട്. കക്ഷിയായിട്ടൊന്നുമില്ല, കണ്ട ഇങ്ങനെ പഠിക്കില്ല അല്ലെങ്കിൽ പഠിക്കുമെന്നാണ് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ പോകും. വേറെ കൂടുതൽ കഥകളൊന്നും ഈ 1.5 കൊല്ലത്തിലെടുത്ത് നമ്മളായിട്ട് ഒന്നുമില്ല. ഒളിവിൽ കഴിഞ്ഞത് പാർട്ടി ഗ്രാമത്തിലെന്ന ആരോപണം തള്ളി CPM പ്രാദേശിക നേതൃത്വം. മട്ടന്നൂർ മണ്ഡലത്തിൽ വ്യത്യസ്തമായ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. പക്ഷേ ഇവിടെ ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. കൈവെട്ട് കേസ് 1-ാം പ്രതി സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ NIA. തിരിച്ചറിയൽ പരേഡിന് കോടതിയെ സമീപിക്കും. സഹായികളെ കണ്ടെത്താനും അന്വേഷണം. പിണറായി നടപ്പാക്കുന്നത് സ്റ്റാലിനിസ്റ്റ് നയമെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് സതീശൻ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPMനെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. പോലീസിനെ വിമർശിച്ച് മന്ത്രി K. രാജൻ. പോലീസ് നടപടികൾ പലപ്പോഴും അതിരുവിടുന്നു. ലീഗിനെ ക്ഷണിക്കുന്നത് പരിഗണനയിലില്ല. ഗവർണറുടേത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചന. മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18 Q18. അയോധ്യ ക്ഷേത്ര ചടങ്ങ് തീരുമാനത്തിൽ ആശയക്കുഴപ്പമൊഴിയാതെ കോൺഗ്രസ്. സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി NSS നിലപാട്. NSSനെ പിന്തുണച്ച് BJPയും രംഗത്ത്. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA 1-ാം പ്രതിയാക്കി കേസ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് തല പ്രതിഷേധ ധർണ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ 17-ന് പരിഗണിക്കും. സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പ് ഇന്ന് ചുമതലയേൽക്കും. റഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണം ഉച്ചയ്ക്ക് 2:30. ചടങ്ങുകൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ചർച്ചിൽ. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പമ്പയിൽ KSRTC ബസ്സിന് വീണ്ടും തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ വൈകിട്ടെത്തിയത് 30 കാട്ടാനകൾ. മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്ത് കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? RMO സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായി നൽകി. സർക്കാരിന് ഉപദേശം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കളാണ്. നിയമവിരുദ്ധമായി നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം എതിർക്കുന്നെന്നും VD സതീശൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA 1-ാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്? എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? അതുപോലെ തന്നെയല്ലേ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പാർട്ടി പോവുകയാണ്. അതായത്
പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും, പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ എടുപ്പിക്കും, ജാമ്യമില്ലാത്ത കേസിലേക്ക്. ഇന്നലെയൊക്കെ കാണിച്ചത് എന്താ? 41A നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 41A നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി ആയുധം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു കേസ് പോലീസിലുണ്ടോ? വ്യക്തിപരമായി അതേ ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവറിനെന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായി. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്? ആർക്കും അസുഖം വരാൻ പാടില്ല. പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളെ പ്രധാനപ്പെട്ടവരെല്ലാം, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി. ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് 15-ാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ. ജയിലിൽ പോണതിന്റെ പേടിയല്ല, പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ആൾ സ്റ്റേബിൾ ആണെന്നല്ലാതെ പിന്നെ എന്തായിരുന്നു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്? ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റേബിൾ ആവുമ്പോഴല്ലേ? എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കല്ലേ ആൾക്ക്, അല്ലേ? അല്ല, ഇയാളിപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമോ? എന്തൊക്കെയാ പറയുന്നത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞത്. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്? വിവരങ്ങൾ. ഐശ്വര്യ, കേൾക്കാമോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രധാനമായും പ്രതികരിച്ചത്. പിണറായി നടപ്പാക്കുന്നത് സ്റ്റാലിനിസ്റ്റ് നയം എന്നാണ് VD സതീശൻ പറഞ്ഞത്. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടത്തുന്നു എന്ന വിമർശനവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, പ്രധാനമായ വിഷയം അദ്ദേഹം ഇന്ന് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കോൺഗ്രസിന്റെ വിഷയത്തിലെ നിലപാട്? എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്? ധന്യ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരതയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഉദ്ഘാടകനായ ഷാഫി പറമ്പിലിനെതിരെ പോലും കേസെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ
മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് ശേഷം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ കേസെടുക്കുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതിയെ കേരളമാകെ എതിർക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് 41A നോട്ടീസ് നൽകുന്നത് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ്. രാഹുൽ ആരെയും വ്യക്തിപരമായി ആക്രമിച്ചില്ല, നിയമവിരുദ്ധമായാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ MP ഗോവിന്ദനെയും CPM-നെയും DYFI-യും ഒക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. രാഹുൽ നൽകിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് എന്ന തരത്തിൽ വളരെ മോശമായ ഒരു പരാമർശം MP ഗോവിന്ദൻ നടത്തുകയുണ്ടായി. ആ പരാമർശം എങ്ങനെയാണ് നടത്തിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പരാമർശം MP ഗോവിന്ദൻ നടത്തിയത്, അത് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം, അതിന് വെല്ലുവിളിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പോലീസ് മർദ്ദനത്തിലാണ് രാഹുലിന് പരിക്കേറ്റത്. ന്യൂറോ പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് രാഹുൽ ഹാജരാക്കി. എന്നാൽ കോടതി പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായി BP മാത്രമാണ് പരിശോധിച്ചത്. ഒരു ന്യൂറോ പേഷ്യന്റിന്റെ BP മാത്രം പരിശോധിച്ചാൽ എങ്ങനെയാണ് ആ പേഷ്യന്റ് സ്റ്റേബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഒപ്പം ഈ ഡോക്ടർ BP രേഖപ്പെടുത്ത സമയത്ത് RMO ഡോക്ടറെ സ്വാധീനിക്കുകയാണ് ഉണ്ടായത്. കണ്ടോൺമെന്റ് SHOയെ ഉപയോഗിച്ച് വേറെ അത്യാസവും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിലെ BP പോലും കോടതിയിൽ നൽകിയിട്ടില്ല. അതായത് BP നോർമൽ ആണെന്നുള്ള റിപ്പോർട്ടാണ് നൽകിയത്, അതുപോലും വ്യാജമാണ്. യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകിയ റിപ്പോർട്ടാണ് വ്യാജം എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. നന്ദി ഐശ്വര്യ. അയോധ്യ വിഷയത്തിൽ NSSന് അവരുടെ അഭിപ്രായം പറയാമെന്ന് പ്രതിപക്ഷ നേതാവ്. അയോധ്യയിൽ നടക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്. ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം. അതിനോടുള്ള വിയോജിപ്പാണ് കോൺഗ്രസ് വ്യക്തമാക്കിയതെന്നും VD സതീശൻ. അവിടെ അയോധ്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് നിലപാട്. കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമാണ്, ക്ലാരിറ്റിയുള്ള നിലപാടാണ്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. NSSന് അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ മീതെ അടിച്ചേൽപ്പിക്കുക, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഈ രാമൻ അവരുടെ കൂടെ അല്ല, BJPയുടെ കൂടെ അല്ല. റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടുകൂടി മരിച്ചു വീണ, ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടവഴിയിലാണ് രാമൻ നിൽക്കുന്നത്. ഞങ്ങളുടെ രാമൻ അവിടെയാണ്. BJPയുടെ രാമൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രാമനാണ്. ഐശ്വര്യ അനിൽ വീണ്ടും ചേരുന്നു. ഐശ്വര്യ, അയോധ്യ വിഷയത്തിൽ NSS എടുത്തിരിക്കുന്ന നിലപാടിൽ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ അയോധ്യയിൽ നടക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്. അതിന്റെ കൃത്യമായ നിലപാട്, അതായത് കോൺഗ്രസ് നിലപാട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട്, അത് വ്യക്തമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മറുവശത്ത് NSS അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ NSSന് അവരുടെ അഭിപ്രായം പറയാം. ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അത് കോൺഗ്രസ് അതിനോട് വിയോജിക്കുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും, അത് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ആണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും NSSന്റെ അഭിപ്രായം ആ രീതിയിൽ തന്നെ, അതായത് കോൺഗ്രസ് NSS നിലപാട് വ്യക്തമാക്കിയെങ്കിലും അതിൽ നിന്ന്, അല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ നിലപാട് അതല്ല, ഇത് തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. അയോധ്യയിലേക്കുള്ള ക്ഷണം അതൊരു പാർട്ടിക്കുള്ളതല്ല, അത് വ്യക്തിപരമാണ്. ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJPയുടെ നീക്കത്തെ എതിർക്കും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NSSന്റെ നിലപാടിനോട് ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ യോജിപ്പില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. നന്ദി ഐശ്വര്യ. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് ഒളിവിൽ താമസിച്ചിരുന്നത് പാർട്ടി ഗ്രാമത്തിലെന്ന ആരോപണം തള്ളി CPM. മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയിൽ നിന്നാണ് സവാദിനെ പോലീസ് പിടികൂടിയത്. വാർഡ് കൌൺസിലർ ലീഗിന്റേതാണ്. SDPI പ്രവർത്തകർക്കൊപ്പമാണ് സവാദ് ജോലി ചെയ്തിരുന്നതെന്നും ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ ന്യൂസ് 18നോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാമൂഹിക സംഘടനകളും ഒക്കെ സജീവമാണെങ്കിലും അവർക്ക് പോലും അറിയാത്ത വിധമാണ് സവാദ് ഇവിടെ താമസിച്ചിരുന്നത്. നമുക്കൊപ്പം CPMന്റെ പ്രാദേശിക നേതാവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നൌഫലുണ്ട്. നാട്ടുപുറങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ആളുകളെ പുതുതായി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ അല്ലേ? ഞങ്ങൾ പുതുതായി വരുന്ന കുടുംബങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ ഈ സവാദ്
എന്നയാളും പുതുതായി വന്നപ്പോൾ നമ്മൾ സമീപിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൈവെട്ട് കേസിലെ പ്രതിയാണ് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് മറ്റൊരു പേരിലാണ്, ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ താമസിച്ചത്. ഇവിടെ പണിക്ക് വരും, രാവിലെ പോകും, മറ്റ് പ്രദേശങ്ങളിൽ പണിയെടുക്കും. അങ്ങനെ വീട്ടിൽ മറ്റ് ചെറുപ്പക്കാരുമായും അയൽവക്കക്കാരുമായിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമില്ല. പണിക്ക് പോകും, വരും. ഭാര്യ വരുമ്പോൾ ഒരു കുട്ടി മാത്രമാണ്. രണ്ടാമത്തെ പ്രസവം ഇവിടെ നിന്നാണ്. ഏകദേശം 2 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് തൊട്ടടുത്ത വീട്ടിൽ പണി എടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ ആഴ്ച സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അന്നേരം പറഞ്ഞത് ഈ മാസം അവസാനം ഞങ്ങളെ വീട്ടിൻ്റെ എഗ്രിമെൻ്റ് കഴിയുന്നുണ്ട്, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞത്. അത് അയൽവാസികളോട് ചോദിച്ചപ്പോൾ അയൽവാസികളും അവരോട് ഈ വിവരം ഈ മാസം അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞതായിട്ട് വിവരമുണ്ട്. ഈ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആശയവിനിമയം അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള SDP പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന ഒക്കെ വിവരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സാഹചര്യം ഇപ്പോൾ ഒരു SDP ഈ പ്രവർത്തകരുടെ കൂടിയാണ് പണി എടുക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്, പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമാണ് കണ്ടത്. മറ്റ് ഇവിടെയുള്ള ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ താമസക്കാർ വന്നാൽ നമ്മളെ പ്രദേശത്തുള്ള അവരുമായിട്ടുള്ള ഇടപെടലോ മറ്റ് കല്യാണത്തിന് പോക്കോ അതൊന്നും ഇല്ല. പണി SDP ഈ പ്രവർത്തകന്റെ കൂടിയാണ് എന്നുള്ള അവരെ കെയർ ഓഫിലാണ് പണി എന്നതാണ് അറിഞ്ഞത്. ഈ സവാദ് ഇവിടെ വന്ന് താമസമാക്കിയ ശേഷം അല്ലെങ്കിൽ പ്രാദേശികമായ ആളുകളൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഈ അസ്വാഭാവികമായിട്ട് ഈ സമീപപ്രദേശത്തോ അടുത്തെവിടെയോ വല്ല ആക്രമണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നു? ഇല്ല. ഒരു രാഷ്ട്രീയ സംഘർഷണം ഇല്ലാതെ ഒരു മേഖലയാണിത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രദേശം SDP വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ, അവരുടെ പ്രവർത്തനം ഒന്നുമില്ല. അപ്പോൾ രാഷ്ട്രീയ സംഘർഷം ഇല്ലാത്ത ഒരു മേഖലയാണ്. ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മേഖലക്കകത്ത് നിന്ന് ആളുകൾ കുടിയേറി പിറക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കുടിയേറ മേഖല എന്ന് പറയാം. അത് അവരാഗ്രഹിക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ സംഘർഷം ഇല്ല എന്നതാണ് അവർ തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കാരണം ഈ മേഖല. അതുപോലെ സ്കൂൾ സൗകര്യം, പള്ളി സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ. ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നടുവിൽ ഒരു അനുഭവമാണിത്. ഇത് നമുക്കൊരു പ്രചോദനം നൽകും. ഇനി വാടകയ്ക്ക് വരുന്നവരെയും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാനും കൂടുതൽ വിവരം അറിയാനും നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇവർ കാസർഗോഡ് അഡ്രസ്സിലാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോവും ഇപ്പോൾ ഈ ഷാജഹാന്റെ ഫോട്ടോവും കണ്ടാൽ ഒരു വിധത്തിലും ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. ഈ വിവാഹം കഴിച്ചത് കാസർഗോഡ് എന്നാണ് അറിഞ്ഞത്. കാസർഗോഡ് വെച്ചിട്ടാണ് വിവാഹം ചെയ്തത്. ഇവിടെ വരുന്നതിന് മുമ്പ് വിളക്കോട് എന്ന ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണോ സ്ത്രീ പറഞ്ഞത്? നാട്ടുകാർ ഒരു പ്രതിയാണെന്നൊന്നും അറിയില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രതിയാണെന്ന് അറിയില്ല എന്നതാണ് ഭാര്യ പറഞ്ഞതായിട്ടുള്ള വിവരം. ഈ വിളക്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു, താങ്കൾ രാവിലെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു നിങ്ങളുടെ ഒരു പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് അവിടെ ഈ പ്രതി താമസിക്കുന്ന അപ്പോൾ അത്തരം ആളുകൾ പോയി ഇത്ര സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു അതിന്റെ അത് SDP-ക്കാർ കൊലപാതകമായിരുന്നു. അവിടുത്തെ സഖാവിനെ NDF-കാർ കൊല്ലപ്പെട്ട ഒരു സഖാവായിരുന്നു ദിലീപൻ. ആ സമയത്ത് വിളക്കോട് എന്നാണ് ഇവിടെ വന്നത് എന്നറിയാം. അതിനു മുമ്പ് എവിടെയാണെന്ന് അറിയില്ല. വിളക്കോട് ഭാഗത്ത് ആ സമയത്ത് താമസിച്ചെന്നുള്ളത് പരിശോധിക്കണം. എത്ര നാളുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവിടെ എത്ര വർഷം താമസിച്ചു എന്നറിയില്ല. ഇവിടെ നമ്മളെ കൃത്യമായ കണക്ക് 2 വർഷത്തോളമായി ഏകദേശം ഇവിടെ താമസം തുടങ്ങിയിട്ട്. കൃത്യമായ ഒരു ഇടവേളകളിൽ താമസസ്ഥലം മാറ്റുന്നുണ്ട്. ഇവിടുന്ന് ഈ ജനുവരി മാസം അവസാനം മറ്റൊരു സ്ഥലത്തേക്ക് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, പുതിയ വീടെടുത്ത് ഞങ്ങൾ താമസം മാറ്റുന്നു എന്നതാണ് പറഞ്ഞത്. ഈ BJP മറ്റുമൊക്കെ പറയുന്നത് ഈ പാർട്ടി ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. മട്ടന്നൂർ പാർട്ടിക്ക് ഗണ്യമായ സ്വാധീനമുള്ള സ്ഥലമാണ്. ശൈല ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമാണ്. മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. അപ്പം ഇത്തരം ഒരു പാർട്ടിക്കാർ തിങ്ങി പാർക്കുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ എങ്ങനെ ഇത്തരം ഒരു കൊടുങ്കുറ്റവാളിക്കൊന്ന് താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ലീഗാണ് ഇവിടെ ശക്തി. രണ്ടാമത് CPM ആണ്.
ഇവിടെ ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് ഈ നാടിൻ്റെ ഒരു മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല. ജനങ്ങൾ പ്രവർത്തകരെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗാണ് ജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിൽ. അത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യം ഈ നാടിനകത്ത് വികസനം, അവർ ജയിച്ച കൗൺസിലർ വികസനം കൊണ്ടുവരുന്നില്ല. അതെല്ലാം കൊണ്ടൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു. ചെറിയ വോട്ടിന് ഈ നാട്ടിലെ നമ്മുടെ ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലീഗ് മേഖലയാണ്. ആ ലീഗ് മേഖല CPMന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തെറ്റാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ വ്യത്യസ്തമായ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. പക്ഷേ ഇവിടെ ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. ഞങ്ങൾ 1200 വോട്ടിനകത്ത് ഏതാണ്ട് 950-ഓളം വോട്ട് ലീഗിനുള്ള സ്ഥലമാണ്. ഈ STPക്ക് ഇവിടെയുള്ള സ്വാധീനം എങ്ങനെയാണ്? STP കാര്യമായി പ്രവർത്തനം നടക്കുന്നത് അല്ല, STPക്ക് കഴിഞ്ഞ തവണ 24 വോട്ട് കിട്ടിയ സ്ഥലമാണ്. STP സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും ഒരു മുസ്ലിം പ്രദേശമാണിത്. ഭൂരിപക്ഷ എന്ന് പറയുന്ന വീട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10-20 വീട് ഈ പ്രദേശത്തുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ STP സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് 24 വോട്ടേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള ഇതല്ല, അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിൽ അല്ലെ പാർട്ടി സ്ഥലത്താന്ന് പറയുന്നില്ല യാതൊരു പാർട്ടി ഗ്രാമത്തിലാന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമല്ല. പാർട്ടി ഗ്രാമത്തിലാണ് ഞങ്ങളാണ് പിന്നെയും ഇവരെ ഈ ഷാജഹാൻ എന്ന പേര് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളൊരു പുതിയ കുടുംബം പരിചയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഷാജഹാൻ എന്ന് നമുക്ക് തിരിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇപ്പം കുട്ടി പഠിക്കുന്നത് മദ്രസയിലാണ്. അവിടെ ഏത് അഡ്രസ്സാണ് കൊടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഏത് അഡ്രസ്സിലാണ് അവിടെ കുട്ടിയെ ചേർത്തത് എന്നറിയില്ല. അപ്പോൾ ഈ വീട്ടിൻ്റെ ഓണർ കൊടുത്തത് ഭാര്യയുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. പാർട്ടി ഗ്രാമമല്ല. പക്ഷെ പാർട്ടിയുടെ കൂടെ ആളുകൾ നിൽക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും, അത് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ മേഖലക്കകത്തുനിന്ന് ആൾ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ CPMന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് CPMന് വോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇടപെടാൻ ശ്രമിച്ചിട്ടും പിടിതരാതിരിക്കുവായിരുന്നു പറയാം. ഞങ്ങൾക്ക് ആർക്കും തിരിയില്ല. ഇനി 13 വർഷമായല്ലോ ഒളിവിൽ. അപ്പോൾ 25-ാം വയസ്സിലാറ്റം പ്രതിയാണ്. അപ്പോൾ അന്നത്തെ ഫോട്ടോ ഞാൻ രാവിലെ മാധ്യമങ്ങളിൽ വന്നപ്പോഴും ഒരാഴ്ച മുമ്പ് കണ്ട എൻ്റെ മനസ്സിലുള്ള ഫോട്ടോ കാണുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന് ജോലിക്ക് പോകുന്നതാണ്. ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് കണ്ണൂരിൽ ഉൾപ്പെടെ ഈ പ്രതി പോയിട്ടുണ്ട്. ആർക്കും തിരിച്ചറിയാൻ പറയാതെ ഒരവസ്ഥയാണ്. 13 വർഷം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം വന്നല്ലോ. എന്തായാലും സമീപ പ്രദേശങ്ങളിൽ താമസിക്കാൻ ആളുകൾ എത്തുമ്പോൾ കേവലം പരിചയപ്പെടുന്നതിലുപരി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പ്രാദേശിക CPM നേതൃത്വം പറയുന്നത്. ഒപ്പം പാർട്ടി ഗ്രാമത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന വാദങ്ങൾ തള്ളുന്നു. മുസ്ലിം ലീഗിന് ഗണ്യമായ സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നും CPM വിശദീകരിക്കുന്നു. അറസ്റ്റിലാകുന്നതിന് തലേ ദിവസം മുമ്പ് വരെ ഒപ്പം ജോലി ചെയ്തിരുന്ന സവാദ് കൈവെട്ട് കേസിൽ പിടിയിലായപ്പോൾ ഞെട്ടിപ്പോയതായി ഒപ്പം ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശിയായ ശങ്കർ. മാന്യമായ പെരുമാറ്റവും സംസാരവുമായിരുന്നു സവാദിന്റേത്. ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിരുന്നതെന്നും ശങ്കർ. हाँ, इधर में वो काम कर रहा था 15 डेज से इधर में, बस इतना मालूम है. आज सुबह में वो पुलिस वाला उसको ले गया, फिर पता चला, पूरा न्यूज वाला आया, फिर मालूम चला कि वो एक आदमी का हाथ कटिंग करके इधर में है. बस इससे आगे मालूम नहीं. कितने दिन आपके साथ काम कर? मेरे साथ इधर में मैं 3 रोज काम किया. बस उससे आगे वो 15 रोज से काम कर रहा था. 3 रोज के बाद मैं इधर में काम किया. बस. ये आदमी कैसे है? आदमी अच्छा है, बात करने के लिए अच्छा है. वो पूछेगा हाँ भाई क्या हाल है, ऐसे पूरा नॉर्मल आदमी की तरह बात करेगा. और इससे आगे तो आपका साथ मेरे साथ बस वैसे नॉर्मल बात किया सभी से. हाँ भाई ये काम कर दे, इधर आप सिलर मार दो, ये कर दो, वो कर दो. मतलब नॉर्मल आदमी नॉर्मल दिखता था. ये मालूम नहीं कि ഇടവേള. അൽമുക്താദർ ജ്വല്ലറി. നിമിഷ തമ്പിക്കൊലക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പറവൂർ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. എറണാകുളം വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ.
ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, എന്തായിരുന്നു കേസ്, ശിക്ഷ സംബന്ധിച്ച വിവരങ്ങൾ? ധന്യ, 2018 ജൂലൈ 30-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്പുനാട് എന്ന സ്ഥലത്താണ് നിമിഷ തമ്പി എന്ന ബിരുദ വിദ്യാർത്ഥിനിയെ മോഷണ ശ്രമത്തിനിടയിൽ പ്രതി മുർഷിദാബാദ് സ്വദേശി ബിജുവുമെല്ലാം ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതായത് ഈ നിമിഷ തമ്പി എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ മോഷണത്തിനെത്തിയതാണ്. ഈ നിമിഷയുടെ വല്യമ്മയുടെ മാല പൊട്ടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതി നിമിഷ തമ്പിയെ ആക്രമിക്കുന്നത്. നിമിഷയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച വല്യമ്മയ്ക്കും അതോടൊപ്പം വല്യച്ഛന് ഏരിയാസിനും അന്ന് പരിക്കേറ്റിരുന്നു, കുത്തേറ്റിരുന്നു. ഈ മാറമ്പള്ളി MES കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിരുന്നു നിമിഷ തമ്പി. തടിയിട്ടപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന PM ഷമീറിന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP KS ഉദയഭാനു ആയിരുന്നു അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MB ഷാജിയാണ് കേസിൽ ഹാജരായത്. 40ഓളം സാക്ഷികളെ വിസ്തരിച്ചു. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം, ആയുധം ഉപയോഗിച്ച് കവർച്ച, അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി 2 ദിവസം മുൻപാണ്, അതായത് ചൊവ്വാഴ്ചയാണ് വിധിച്ചത്. ഇന്നിപ്പോൾ പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി മുർഷിദാബാദ് സ്വദേശി ബിജു മല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ധന്യ. നന്ദി ടോം. അയോധ്യയിലെ കോൺഗ്രസ് നിലപാട് വൈകി വന്ന വിവേകമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനാകില്ല. നിലപാടെടുക്കാൻ ഇത്ര കാലതാമസം വേണ്ടിയിരുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അത് വൈകി വന്ന വിവേകം എന്നേ പറയാനുള്ളൂ. കോൺഗ്രസിന് ഇതുപോലൊരു കാര്യത്തിൽ ഈ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും കാലവിളംബം ഉണ്ടായി? മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിച്ചാൽ ഈ തീരുമാനം കൈക്കൊള്ളാൻ ഇത്രയേറെ താമസം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുണ്ടായിപ്പോയ താമസം എന്തായാലും അത് തിരുത്തി അവർ പോകുന്നില്ല. ഇടുക്കി ചിന്നക്കനാലിൽ സമരം ചെയ്ത തോട്ടും തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച കമ്പനി. മൃതദേഹവുമായി ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിൽ സമരം ചെയ്ത തൊഴിലാളികൾക്കാണ് കമ്പനി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മൃതദേഹം ഓഫീസിനുള്ളിൽ കയറ്റിവെച്ച 7 തൊഴിലാളികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങൾ വരുത്തി, മറ്റു തൊഴിലാളികളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു, സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, വലിയ ഉപകാരമായ ഇവരുടെ ആവശ്യങ്ങളെല്ലാം കമ്പനി അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. പക്ഷേ തൊഴിലാളികൾക്കെതിരെ വീണ്ടും കമ്പനി നിൽക്കുന്ന സാഹചര്യം, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ നടത്തിയ സമരത്തെ തുടർന്ന് ഇവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലപാട് കമ്പനി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സമരരംഗത്തേക്ക് എത്തിയ 7 തൊഴിലാളികൾക്ക് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയായ പരിമളം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ വ്യക്തി ഇവർ മരണപ്പെടുകയായിരുന്നു. ഇവർ ജോലിക്കായി എസ്റ്റേറ്റിലേക്ക് എത്തുന്നതിനിടെയാണ് ഈ കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് തൊട്ടടുത്ത ദിവസം ഈ പരിമളത്തിന്റെ മൃതദേഹവുമായി തൊഴിലാളികൾ സമരരംഗത്തേക്ക് എത്തിയത്. ഇതിൽ ഈ മൃതദേഹം മാനേജറുടെ ഓഫീസിലേക്ക് കയറ്റി വെച്ചും സമരം നടത്തിയ ഇവർക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവർ മറ്റു തൊഴിലാളികൾ കൂടി സമരത്തിൽ നിർബന്ധിച്ചു എന്ന തരത്തിലാണ് കമ്പനി ഈ നോട്ടീസ് എഴുതിയിരിക്കുന്നത്. നിലവിൽ അന്ന് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായി ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഇവർക്ക് ആവശ്യമായ ഈ മരണപ്പെട്ട ആൾക്ക് ഉടൻ തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യണം. ഒപ്പം ഇവരുടെ ആശ്രിതർക്ക് ജോലി നൽകണം. ഒപ്പം ഇവിടെ പാച്ചർമാരെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെയും കമ്പനി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇവർക്കെതിരെ ഒരു കാരണം കാണിക്കുന്ന നോട്ടീസ് അയച്ചിരിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നൽകിയിരിക്കുന്നത്, ഈ നോട്ടീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഐക്യ ട്രേഡ് യൂണിയന്റെ ഒരു നേതൃത്വത്തിലായിരുന്നു അന്ന് സമരം നടന്നിരുന്നതും തൊഴിലാളികൾക്കൊപ്പം നിന്ന് ഈ പ്രശ്നത്തെ ഇടപെടൽ എങ്ങനെയാണ്? കമ്പനിക്കെതിരെ മറ്റൊരു സമരത്തിലേക്ക് പോകാനാണോ തൊഴിലാളികൾ ഈ കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ധന്യ നിലവിൽ അന്ന് സമരം നടത്തിയിരുന്നത് ഐക്യ ട്രേഡ് യൂണിയന്റെ ഒരു പിന്തുണയോടുകൂടിയായിരുന്നു എന്നാണ് തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അത്തരത്തിലുള്ള മറുപടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്പനി അധികൃതമായി ചർച്ച നടത്തുമെന്നും ഇതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. ധന്യ. നന്ദി പ്രിൻസ്. കേരളത്തിൽ ഗവർണർക്കെതിരെ പ്രഖ്യാപിച്ച ഹർത്താൽ ദൌർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ ചട്ടത്തിന്റെ ലംഘനമാണ്. കേരളത്തിലെ പാർട്ടികൾ അതിൽ നിന്ന് പിന്മാറണം. ആരിഫ് മുഹമ്മദ് ഖാന് EMS കേരളത്തിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഓർക്കണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിനായിട്ട് ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തത് ദൗർഭാഗ്യകരമായി പോയി. ഞാൻ അഭ്യർത്ഥിക്കുന്നു, കേരളം കൂടുതൽ നെഗറ്റീവിസത്തിന് വരെ പോസിറ്റീവിസത്തിലേക്ക് പോകണം. സർഗാത്മകതയാണ് വേണ്ടത്, മറിച്ച് നിഷേധാത്മകതയല്ല. നിഷേധാത്മകത കൊടികുത്തി വാഴുമ്പോൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമല്ല. ഇത് ബന്ധപ്പെട്ടവർ ചിന്തിക്കണം. അതുകൊണ്ട് ഗവർണർക്കെതിരായിട്ട് തെരുവിലെ സമരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ് കണ്ടത്. താമരശ്ശേരി അണ്ടോണയിൽ ബസ്സിനടിയിൽ അകപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു. ചുങ്കം കയ്യേലിക്കുന്നുമൽ മുജീബിന്റെ മകൾ ഫാത്തിമ മിൻസിയാണ് മരിച്ചത്. അണ്ടോണ പൊയിലങ്ങാടിയിൽ ഇന്നലെ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഫാത്തിമ മിൻസിയെയും പൂനൂർ സ്വദേശിനി ഫിദ ഫർസാനെയും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മറിയുകയായിരുന്നു. ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു. താമരശ്ശേരിയിലേക്ക് വരികയായിരുന്ന ബസ്സിന് മുന്നിലേക്കാണ് സ്കൂട്ടർ വീണത്. പത്തനംതിട്ട പന്തളത്തും വാഹനാപകടം. ട്രാഫിക്കിൽ കിടന്ന കാറിലേക്ക് KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. കാർ മറ്റ് 2 കാറുകളിലേക്കും ചെന്നിടിച്ചു. കൊട്ടാരക്കര കോട്ടയം KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ കുട്ടികളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഏറെ നേരം MC റോഡിൽ ഗതാഗതം മുടങ്ങി. പോലീസ് സ്ഥലത്തെത്തിയാണ് വാഹനങ്ങൾ മാറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLAയെ 1-ാം പ്രതിയാക്കി കേസ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തും. വൈകുന്നേരമാണ് പ്രതിഷേധ പരിപാടികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി 17-ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അതിനിടെ MV ഗോവിന്ദന് മറുപടിയുമായി അബിൻ വർക്കി രംഗത്തെത്തി. ബഹുമാനപ്പെട്ട വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഒരു മാസ്റ്ററാണോ അതോ ഒരു മോൺസ്റ്ററാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. കാരണം ഇത്ര ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ, ഇത്ര സാഡിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ മോൺസ്റ്റർ എന്നല്ലാതെ നമുക്ക് ഒരു സാമാന്യ ജനത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ, ആ ആരോഗ്യ വിവരങ്ങൾ പോലും വ്യാജമാണ് എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധനാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക്. ആ സംഭവത്തിൽ ഷാഫി പറമ്പിലിനെ 1-ാം പ്രതിയാക്കി കേസെടുക്കുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് മാർച്ചുകളിൽ കേസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഷാഫി പറമ്പിൽ MLA 1-ാം പ്രതിയാക്കിക്കൊണ്ട് എടുത്ത കേസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അന്യായമായ സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. അതായത് മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന സുധീർ ഷാ പാലോടാണ് 2-ാം പ്രതി, നിലവിലെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഷജീർ നേവും 3-ാം പ്രതി. അങ്ങനെ 5 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും
കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസിനെതിരെ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടൊപ്പം യൂത്ത് കോൺഗ്രസ് സമര ജ്വാല സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ തലങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നേരത്തെ അബിൻ വർക്കി പ്രഖ്യാപിച്ചിരുന്ന. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യപരമായ, അതായത് മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ന്യൂറോ പേഷ്യന്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ബീറ്റ് മാത്രം പരിശോധിച്ച് സ്റ്റേബിൾ ആണ് എന്നുള്ള റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ രീതിയിൽ ജനറൽ ആശുപത്രിയിൽ നിന്നും ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസും ആവർത്തിക്കുന്നത്. നന്ദി ഐശ്വര്യ. ഇടവേള. കാര്യങ്ങൾ ചോദിക്കാം. കോഴിക്കോട് ചെറുവണ്ണൂരിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വെസ്റ്റിൽ സ്വദേശി റൌഫാണ് മരിച്ചത്. സ്കൂൾ വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം. ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ യുവാവ് ട്രക്കിനടിയിൽപ്പെടുകയായിരുന്നു. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ സന്ധ്യയ്ക്കാണ് സംഭവം. 30 കാട്ടാനകളാണ് ഉദ്യാനത്തിലെത്തിയത്. ഉദ്യാനത്തിലൂടെ ആനക്കൂട്ടം നടന്നുപോയതല്ലാതെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെന്ന് മലമ്പുഴ ഡാമിലെ ജീവനക്കാർ പറഞ്ഞു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. രണ്ടായിരത്തി 2023 ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണന്റെ മാംസഭോജിക്ക്. മഹാകവി ജിയുടെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 2-ാം തീയതി എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ജി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അധ്യക്ഷ ഡോക്ടർ M ലീലാവതി സമ്മാനിക്കും. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മകരവിളക്ക് ദർശിക്കാനായി കൂടുതൽ ദിവസം സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകരെ നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്നും നാളെയുമായി സന്നിധാനത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. സന്നിധാനത്ത് നിന്ന് സജി സി വാര്യരുടെ റിപ്പോർട്ട്. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളുമായി വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ്,
വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. പമ്പയിലും അതുപോലെ പമ്പ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യൂ പോയിന്റുകൾ അതുപോലെ മറ്റ് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം വിലയിരുത്തി. 15-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ. ഉച്ച കഴിഞ്ഞ് തീർത്ഥാടകരെ കടത്തിവിടില്ല. ഈ സാഹചര്യമുണ്ട്. അപ്പോൾ അതേസമയം പുല്ലുമേടിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇവിടെ വന്ന് സന്നിധാനത്ത് വന്ന് തങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം. അതേസമയം തീർത്ഥാടകർക്ക് ഭംഗിയായി മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കണം. അതിനുള്ള വ്യൂ പോയിന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൃത്യമായി പമ്പ ഹിൽ ടോപ്പ് അടക്കമുള്ള മേഖലകളിൽ സുരക്ഷാ സാധ്യത വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മുൻവർഷങ്ങളിലെ തിരക്ക് ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ അതിനുവേണ്ട സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മകരവിളക്കിൻ്റെ തലേ ദിവസവും അന്നത്തെ ദിവസവും മകരവിളക്ക് ദിവസവും വെർച്വൽ ക്യൂ വഴിയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 50,000-ഉം അതുപോലെ 40,000-ഉമായി ചുരുക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ തിരക്ക് ഉണ്ടാകില്ല. എത്തുന്ന തീർത്ഥാടകർക്ക് നല്ല തോതിൽ മകരവിളക്ക് ദർശിക്കാനാകും എന്നാണ് പ്രതീക്ഷ. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എത്തുന്ന തീർത്ഥാടകരെ ഈ വെർച്വൽ ക്യൂവിൽ എന്ന ഒരു കാരണം പറഞ്ഞ് തിരിച്ചയക്കേണ്ടതില്ല എന്ന തീരുമാനവും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്ന ആളുകളെ ഏതെങ്കിലും കാരണം പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ബോർഡ് വ്യക്തമാക്കുന്നുമുണ്ട്. പമ്പയിൽ KSRTC ബസ്സിന് വീണ്ടും തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ഹിൽവ്യൂവിൽ നിന്ന് ആളുകളെ കയറ്റാൻ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 2:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നെഗറ്റിവിറ്റി രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്നെന്ന് മുഖ്യമന്ത്രി. വർഗീയതയെ വകഞ്ഞുമാറ്റി മനുഷ്യത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കുഞ്ഞു മനസ്സുകളിൽ കാലുഷ്യത്തിന് പകരം സ്നേഹം നിറയ്ക്കണം. കോഴിക്കോടിന് ലഭിച്ച സാഹിത്യ നഗരം പദവി കേരളത്തിനൊന്നാകെ ആഘോഷിക്കാൻ കഴിയും. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊച്ചി ഒരുങ്ങുന്നു. ഈ മാസം 16-ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനുള്ള BJP ബൂത്തുകളുടെ സമിതിയായ ശക്തി കേന്ദ്രയുടെ യോഗമാണ്. സംസ്ഥാനത്തെ 7000 ശക്തി കേന്ദ്ര പ്രമുഖന്മാർ പങ്കെടുക്കുന്ന യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാത്രി കൊച്ചി നഗരത്തിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കൊച്ചി ഗസ്റ്റ് ഹൌസിൽ രാത്രി താമസിക്കുന്ന അദ്ദേഹം 17-ാം തീയതി രാവിലെ 8 മണിക്ക് ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂരിലേക്ക് തിരിക്കും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും. തിരികെ കൊച്ചിയിലെത്തിയ ശേഷം കൊച്ചി ഷിപ്പ്യാർഡിന്റെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഡ്രൈ ഡോക്ക് എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് ED നോട്ടീസ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിയാണ് നോട്ടീസ്. ജമ്മുകാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഫാറൂഖ് അബ്ദുള്ള ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അയോധ്യ ഒരുങ്ങുന്നു. ആയിരത്തി 1949 ബാബറി മസ്ജിദിനുള്ളിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ആരാധന നടത്തുന്നതിനായി അനുമതി നൽകിയത് ആലപ്പുഴക്കാരനായ ICS ഉദ്യോഗസ്ഥൻ KK നായരാണ്. രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്കൊരുങ്ങുമ്പോൾ കൈനഗരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അയോധ്യയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച KK നായരുടെ ജീവിതം സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് ബന്ധുക്കൾ. 1907 സെപ്റ്റംബർ 11-ന് കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ചെറു ഗ്രാമത്തിലാണ് പാർവതിയമ്മയുടെയും ശങ്കരപ്പണിക്കരുടെയും മകനായി KK നായരുടെ ജനനം. ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരത്തും പിന്നീട് ICS നേടുന്നതിനായി ലണ്ടനിലേക്കും അദ്ദേഹം പോയി.
പഠനത്തിൽ അതീവ തൽപരനായിരുന്നു കെ നായരെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായിട്ടും റാങ്കൊക്കെ വാങ്ങിച്ച് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചാണ് പാസ്സായത്. ഈ പരീക്ഷയുടെ ഓപ്ഷണൽ പേപ്പറിൻ്റെ തലേ ദിവസം രാത്രിയിൽ സെക്കൻഡ് ഷോ കാണാൻ പോയി. 8 മണിയായി 9 മണിയായിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. അവസാനം അവരെ ആവുന്നതൊക്കെ വിളിച്ച് നോക്കിയിട്ട് ഉണരാത്തപ്പോൾ ഒരു വലിയ ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുവന്ന് തലയിൽ കൂടെ ഒഴിച്ച് അങ്ങനെയാണ് ഉണർത്തി വിട്ടത്. പഠനശേഷം ഉത്തർപ്രദേശിലെ ഫൈസിയാബാദ് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കെ നായർ കളക്ടറായിരിക്കെയാണ് 1949 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കണ്ടെത്തുന്നത്. നായരുടെ അനുവാദത്തോടെയായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠയെന്നും ആരാധനയെന്നും ബന്ധുക്കളും പറയുന്നു. അറിവോടും സമ്മതത്തോടും ഒരു 10-200 സന്യാസിമാർ രാത്രിയായപ്പോൾ അവിടെ അവരെല്ലാവരും കൂടെ അങ്ങ് കയറി ഓക്കുപ്പ് ചെയ്തു. അവിടുത്തെ തഹസീൽദാർ, ആ ലോക്കലായിട്ടുള്ള അതോറിറ്റി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. എന്തായാലും അത് അവരെ ഒഴിപ്പിക്കേണ്ടെന്ന്. അവരാണ് യഥാർത്ഥ അവകാശികൾ, യഥാർത്ഥ ഉടമകൾ അവരാണ്. അത് ഇത്രയും കൊല്ലം വേറെ ആളുകളുടെ കയ്യിലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓണർഷിപ്പ് ഒന്നും മാറത്തില്ലല്ലോ, ബലമായിട്ട് പിടിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആദ്യഘട്ടം മുതൽ തന്നെ വിദേശ അധിനിവേശത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കപ്പെട്ട ആരാധനാലയമാണ് ബാബറി മസ്ജിദ് എന്ന് നായർ ഉറച്ചു വിശ്വസിച്ചിരുന്നതായി അദ്ദേഹത്തോടൊപ്പം നിരവധി കാലം താമസിക്കുവാൻ കൂടി അവസരം ലഭിച്ച സഹോദരപുത്രൻ പത്മനാഭപിള്ള ഓർത്തെടുക്കുന്നു. കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള നായരുടെ മടങ്ങിവരവ് വളരെ ചുരുക്കമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്മാരകം ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ബന്ധുക്കൾ. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണമെന്നുണ്ട്. ഈ 2.5 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ കടമുറി പോലെ പണിഞ്ഞു വെക്കാമെന്നല്ലാതെ കുറേ കൂടെ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ലൊരു മെമ്മോറിയൽ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിലെ രാമക്ഷേത്രങ്ങളിലൂടെ കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ തൃപ്രയാറിന്റെ പ്രാധാന്യം അവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അയോധ്യയിൽ പൂജിച്ച പ്രതിമയാണെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് തൃപ്രയാർ മഹാത്മ്യം. പ്രശസ്തവും പുരാതനവുമായ തൃപ്രയാർ ക്ഷേത്രനടയിലാണ് ഞാനെന്നുള്ളത്. ശ്രീരാമചന്ദ്രൻ്റെ ഏറെ വിശിഷ്ടമായ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ. ദ്വാരകയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടുത്തേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. ശ്രീരാമചന്ദ്രൻ്റെ ഭാവം അതിനും പ്രത്യേകതയുണ്ട്. ഭക്തലക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാനദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ശ്രീരാമന്റെ വിശിഷ്ട പ്രതിഷ്ഠയാൽ പ്രസിദ്ധമാകുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രം. വാമന അവതാരവേളയിൽ ഭഗവാന്റെ തൃപ്പാദം ബ്രഹ്മാവ് കഴുകിയ വെള്ളം ഭൂമിയിലെത്തുകയും തിരുപാദം കഴുകിയപ്പോൾ ആറായത് തൃപ്രയാർ ആയെന്നുമാണ് സങ്കല്പം. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ പൂജ ഏറ്റ വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ 4 അമ്പലങ്ങളിൽ. പ്രതിഷ്ഠയുടെ പ്രാധാന്യമാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. അതായത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെ ഉണ്ടാവില്ല ലോകത്ത്. അപ്പോൾ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം അത് പിന്നീട് കടലെടുത്ത് തൃപ്രയാർ എന്ന ഈ പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠ നൽകി. അതാണ് അതിൻ്റെ പ്രധാനമായിട്ട്. അതോടുകൂടെ തന്നെ ശ്രീരാമസ്വാമിയോട് കൂടെ തന്നെ ശ്രീഭൂമി 2 ഭഗവതിമാരുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട്. അതേപോലെ മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പമായിട്ടാണ് പ്രധാനമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശക്തി തന്നെ ത്രിമൂർത്തി ചൈതന്യമാണ് അതിലുള്ളത്. ശ്രീരാമനിൽ ത്രിമൂർത്തി ചൈതന്യത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഇത്ര ശക്തി. ആര്യന്മാരുടെ വരവിന് മുൻപ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും ശാസ്താവായിരുന്നു പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു. ഗോശാലകൃഷ്ണനും ധർമ്മശാസ്താവും ഗണപതിയും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ഉപദേവതകളാകുന്നു.
ഈ തൃപ്രയാർ തേവര ചക്രവർത്തിയായിട്ടുള്ള ഒരു പ്രതിഷ്ഠയും കൂടിയാണ്. ഈ ആറാട്ടുപുഴ പൂരത്തിന് നായകത്വം എന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ 30 കോടി ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരേ ഒരു ദേവസംഘമേ ഉള്ളൂ ലോകത്തിൽ, അത് ആറാട്ടുപുഴയാണ്. അപ്പോൾ അതിലേക്ക് തേവരുടെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യമില്ല. അപ്പോൾ അതിലേക്ക് തേവർ ചെന്നാൽ മാത്രമേ ശരിക്കും അവിടെ ഒരു സംഗമമാവുള്ളൂ അർത്ഥം. മറ്റുള്ള പൂരങ്ങൾക്കൊക്കെ എപ്പോഴും പിന്നെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം. ഈ ആറാട്ടുപുഴ പൂരത്തിനെ സംബന്ധിച്ച് എപ്പോഴും അതിനൊരു ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. ഒരു ദൈവികമായിട്ടുള്ള ഒരു ചടങ്ങുകളല്ല, എല്ലാത്തിനും ഒരു പ്രത്യേകത. എന്നും അധികമായിട്ടൊന്നും നമുക്ക് പ്രത്യേകത കാണില്ല, പക്ഷെ എന്നാൽ എല്ലാം ദൈവികമായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അയ്യപ്പ ഭക്തരുടെ അസാധാരണ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വൃശ്ചിക മാസത്തിലെ ഏകാദശിയും ചിങ്ങമാസത്തിലെ ജലോത്സവവും ഇവിടേക്ക് ഭക്തലക്ഷങ്ങളെ ആനയിക്കുന്നു. ക്യാമറാമാൻ ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, തൃപ്രയാർ. ഇടവേള. കളിപ്പാട്ടങ്ങൾ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4775, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഷാരൂഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചുവരവിന്റെ വർഷമായിരുന്നു. അത് വ്യക്തിജീവിതത്തിലാകട്ടെ, അഭിനയമാകട്ടെ, നിർമ്മാണമാകട്ടെ, തൊട്ടതെല്ലാം പൊന്നായ വർഷം. അതിൽ സന്തോഷമുണ്ടെങ്കിലും പോയ വർഷങ്ങളിലെ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഷാരൂഖ് ഖാൻ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം വേദിയിൽ ഓർത്തെടുത്തു. ഇതാദ്യമായാണ് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഷാരൂഖ് ഖാൻ പരാമർശിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ബോളിവുഡിന്റെ കിങ് ഇപ്പോഴും താൻ തന്നെയെന്ന് ഊട്ടി ഉറപ്പിച്ച വർഷമായിരുന്നു ഷാരൂഖ് ഖാനെ സംബന്ധിച്ച് 2023. പോയ വർഷം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം വൻ വിജയം. ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായ പരാജയം. അത് പ്രൊഫഷണൽ രംഗത്താകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, എല്ലാത്തിനെയും മറികടന്ന വർഷം കൂടിയായിരുന്നു 2023. മയക്കുമരുന്ന് കേസിൽ മകൻ ആര്യൻ ഖാനെ കുറ്റവിമുക്തനാക്കിയതും മകൾ ചലച്ചിത്ര രംഗത്തേക്ക് വിജയകരമായി കടന്നതും എല്ലാം പോയ വർഷത്തെ നല്ല ഓർമ്മകളായി. അപ്പോഴും 2022 വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായി പുറത്തുവരാനായിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ത്യൻ ഓഫ് ദി ഇയർ വേദിയിലെ ഷാരൂഖ് ഖാന്റെ വാക്കുകൾ. പുരസ്കാരം വാങ്ങിയ ശേഷമായിരുന്നു ആ വാക്കുകൾ. I don't regularly watch your films, but I know friends and people calling me from all over the world and said, we wanted to come out for Pathaan, we wanted to come out for Jawan, and just be supportive of what you do as an actor and as a person, as a father, as a family man, as whatever. So I know this is way beyond the goodness of the films. Though Jawan was lovely, I think Pathaan is fantastic, Danke is beautiful, but it is way beyond. And I think my directors and producers recognize that. So it's with big gratitude. It's not a comeback. It is actually a reiteration of the fact that I belong and I should continue to act and not learn pasta and pizza and that can wait. നെഗറ്റീവായ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറയുമ്പോഴും പോയ വർഷത്തെ നല്ല ഓർമ്മകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് താരം പറഞ്ഞു. ഓം ശാന്തി ഓമിലെ ക്ലാസ് ഡയലോഗുമായാണ് ആ തുറന്നു പറച്ചിൽ അവസാനിപ്പിച്ചത്. That life में फिल्मों की तरह अंत में सब ठीक हो जाता है और अगर ठीक ना हो तो अंत नहीं है. पिक्चर अभी बाकी है मेरे दोस्त. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ പരിപാടി പ്രശ്നങ്ങൾ മാത്രം